എല്ലാത്തോടും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സ്റ്റാലിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ അവതക്കുട്ടി ചായം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്ന് എന്തായാലും ആ കമാൻഡർ കൊള്ളാം, ആൾ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ അലീനയാണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ പൗലോസേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അലീന എല്ലാവർക്കും ചായയൊക്കെ ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പൗലോസേട്ടനാണെങ്കിൽ അതൊന്നും കാണാത്ത രീതിയിൽ വന്നിട്ട് വീണ്ടും ചായയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട്, അപ്പോൾ പൗലോസേട്ടൻ എൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലെന്ന് തോന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കണക്കിനുള്ള മനോഭാവത്തിനാണ് ഉദ്ദേശമെങ്കിൽ ഒരു പൗലോസേട്ടൻ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പൗലോസേട്ടനാണെങ്കിൽ ബാഗെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 3 ദിവസം കൂടെ ഞാൻ നോക്കും. ആ ഒരു 3 ദിവസത്തിലും കൂടെ പൗലോസേട്ടൻ്റെ ഈ ഒരു സ്വഭാവത്തിന് എന്തായാലും മാറ്റമില്ലെങ്കിൽ ഞാനൊരേ ഒരു വാക്കേ പറയത്തുള്ളൂ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലീനാണെങ്കിൽ ചായ എടുത്തുകൊണ്ട് നേരെ സ്റ്റാലിന് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ പൗലോസേട്ടനാണെങ്കിൽ നേരെ പരാതിയായിട്ട് നമ്മളെ ബൈജുവിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, എനിക്കാണെങ്കിൽ ആ പെണ്ണിൻ്റെ ആട്ടത്തുപ്പൊന്നും കേട്ടിട്ട് എനിക്കിവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ എൻ്റെ പാട് നോക്കി പോവുക, എനിക്ക് എവിടെ പോയാലും എനിക്ക് ജോലി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബൈജു ഒക്കെ പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങളാണല്ലോ പെടാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ പൗലോസേട്ടൻ പറയുന്നുണ്ട്, നീ ആണെങ്കിൽ നല്ലല്ലോ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമല്ലോ, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നിങ്ങളെ കാര്യം നോക്കി വേറെ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാ അവൾ ആട്ടും തുപ്പം കേട്ട് എന്തിനാ ഇവിടെ കിടക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ പൗലോസ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ അലീന വരുന്നുണ്ട്. അപ്പം അലീനക്ക് മനസ്സിലാവുന്നുണ്ട് അലീനയ്ക്ക് നേരെയുള്ള ഗൂഢാലോചനയാണ് ഇവർ നടത്തുന്നതെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്കൂടെ നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്താൻ നമുക്ക് പാടെന്നൊക്കെ നമ്മൾ അലീന അടുത്താണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അലീനയ്ക്ക് നേരെ നമ്മളെ പൗലോസിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ പൗലോസും ബൈജു എല്ലാം കൂടെ ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.